ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിപ്പം ഉമ്മലസത്ത് നേരെ മനാമയിലുള്ള ഇന്ത്യൻ ക്ലബ്ബിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ ക്ലബ്ബിൽ ഇന്ന് GSSൻ്റെ ഇൻഡക്ഷൻ സെറമണിയും അതുപോലെ തന്നെ ഈദ് ഫെസ്റ്റൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ പല അസോസിയേഷനുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 4 ദിവസത്തേക്ക് ഈദിൻ്റെ വലിയൊരു സെലിബ്രേഷനാണ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. അപ്പം എല്ലാം ഒരു ഉത്സവ ലഹരിയിലാണ്. അപ്പം 4 ദിവസത്തേക്ക് ഹോളിഡേയ്സാണ്. നാളെ മുതൽ തിങ്കളാഴ്ച വരെ ഹോളിഡേയ്സാണ്. അപ്പം എന്തായാലും ആ ഹോളിഡേയ്സിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ മനാമയിലെത്തി. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഇന്ത്യൻ ക്ലബ്ബിലേക്ക് പോകും. ഇന്ത്യൻ ക്ലബ്ബിൽ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗുരുദേവ് സോഷ്യൽ സൊസൈറ്റിയുടെ ഇൻഡക്ഷൻ സെറിമണിയും അതുപോലെ തന്നെ ഈദ് ഫെസ്റ്റും അങ്ങനെ എന്തൊക്കെ പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. ആ പരിപാടിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. MB ഡീൻ കുര്യാക്കോസൊക്കെയാണ് വന്നിരിക്കുന്നത് ഗസ്റ്റായിട്ട്. അപ്പോൾ നല്ലൊരു പ്രോഗ്രാമാണ്. അപ്പം ഇന്ത്യൻ ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാർക്കിങ്ങിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും മനാമയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് വേണം അങ്ങോട്ട് പോകേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ ജലദോഷവും പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നല്ല ടയേർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങൾ ഇന്ത്യൻ ക്ലബ്ബിൻ്റെ പരിപാടിയൊക്കെ കണ്ടിട്ട് നേരെ മനാമയുടെ കാഴ്ചകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിപ്പം ഇന്ത്യൻ ക്ലബ്ബ് എത്താറായി. അപ്പം ഇന്ത്യൻ ക്ലബ്ബ് എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. പൊതുവേ ഈ സമയത്തൊക്കെ നല്ല ട്രാഫിക്കാണ്. ഇന്ന് പ്രത്യേകിച്ച് ഹോളിഡേയ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മനാമയിലും അതുപോലെ തന്നെ മറ്റു ഒരു പ്രദേശങ്ങളിലേക്കും നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത്രമാത്രം പ്രോഗ്രാമുകളും ഒക്കെയാണ് ഇന്ന് ബഹറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മൾ നേരെ ഇപ്പം ഇന്ത്യൻ ക്ലബ്ബിലേക്ക് പോവുകയാണ്. ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് വേണം നമുക്ക് നേരെ ഇന്ത്യൻ ക്ലബ്ബിലേക്ക് എത്തിച്ചേരേണ്ടത്. ലെബനീസ് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഇപ്പം ഇന്ത്യൻ ക്ലബ്ബിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ മനാമ ഗുദേവിലുള്ള ഇന്ത്യൻ ക്ലബ്ബിലെത്തി. ഇന്ത്യൻ ക്ലബ്ബിൽ GSS നടത്തുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി നടത്തുന്ന സമന്വയം എന്ന പറയുന്ന ഒരു പ്രോഗ്രാമാണ് നടക്കുന്നത്. ആ സമന്വയം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ GSSൻ്റെ പുതിയ ഭാരവാഹികളുടെ ഇൻഡക്ഷൻ സെറിമണിയും അതുപോലെ തന്നെ ഈദ് ഫെസ്റ്റൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ബഹുമാനീയനായ MB ശ്രീ ഡീൻ കുര്യാക്കോസാണ്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് എത്തിയ സെലിബ്രിറ്റികളായ അല്ലെങ്കിൽ കലാകാരന്മാരായ രാജേഷ് അടിമാലിയും അതുപോലെ തന്നെ ഒരുപാട് സിംഗേഴ്സൊക്കെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാലും മനോഹരമായ ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യൻ ക്ലബ്ബിൻ്റെ ഹാളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വൈകിട്ട് 7 മണി മുതൽ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്തായാലും ആ പ്രോഗ്രാമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കോപ്പി റൈറ്റിംഗ് കാരണം നമ്മൾ ആ പാട്ടുകളൊന്നും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും മനോഹരമായൊരു പ്രോഗ്രാമാണ്. ഞാനുണ്ടായിരുന്നു, ബിനു കുണ്ട ഉണ്ടായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം സജീവായും ഫാമിലിയും നവാസിനെയും അതുപോലെ തന്നെ സന്തോഷ് ഏട്ടനെയൊക്കെ കാണുവാൻ കഴിഞ്ഞു. എന്തായാലും ഞങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തെ ഏകദേശം ഒരു 11:45-12 മണിയോളമായി. അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പക്ഷേ ഫുഡ് ഞങ്ങൾ മേടിച്ചിട്ട് കഴിച്ചില്ല. അവിടെ പുറത്തുള്ള ഒരു സെക്യൂരിറ്റിക്ക് തന്നെ കൊടുത്തു. അപ്പം ഞങ്ങൾ എന്തായാലും പുറത്ത് പോയി കഴിക്കാനുള്ളൊരു പ്ലാനായിരുന്നു. ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പനിയും അതുപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ നിങ്ങൾ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഇന്ത്യൻ ക്ലബ്ബിൽ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നേരെ പോയത് നമ്മുടെ കെ ഗ്രില്ലിലേക്കാണ്. വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്തിരുന്നു. എന്നിട്ട് കെ ഗ്രില്ലിൽ പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. ഈദിൻ്റെ ഫസ്റ്റ് ദിവസത്തെ ഹോളിഡേ ആണ് ഇന്ന് നടക്കുന്നത്. 4 ദിവസത്തോളം ഹോളിഡേ ആണ് ബഹറിലുള്ളത്. അപ്പോൾ ഈദിൻ്റെ ഫസ്റ്റ് ദിവസത്തെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ ക്ലബ്ബിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ്. സമയം ഏകദേശം 12-12:15
സമയം ഏകദേശം 12:15 അപ്പം 12:15 ബഹറിനെ സംബന്ധിച്ചിടത്തോളം രാത്രി ഏതോ പകലേതോ എന്നറിയാത്തൊരു കണ്ടീഷനിലാണ്. എല്ലായിടത്തും ഈദിൻ്റെ ബക്രീദിൻ്റെ ഒരു ആഘോഷങ്ങളും പിന്നെ എന്താണ് കടകമ്പോളങ്ങളെല്ലാം പിന്നെ 24 hours ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് മനാമ സെൻറ്ററിലാണ്. മനാമയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ഉമ്മലസത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും തിരക്കാണ്. ഹോട്ടലുകളായാലും ടെക്സ്റ്റൈൽസുകളായാലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളായാലും എല്ലായിടത്തും ഓഫറുകളിൽ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആഘോഷങ്ങളുടെ രാവുകൾ തന്നെയാണ്. ഈദുൽ ഫിത്തറാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈദുൽ ഫിത്തർ, ബക്രീദ് എന്നൊക്കെ പറയാം. എന്തായാലും നമ്മൾ ഇപ്പം മനാമയിൽ നിന്ന് ഉമ്മലസത്തേക്ക് പോവുകയാണ്. രാത്രി 12:30 നല്ല ക്രൗഡാണ്, ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് പോയത് GSSൻ്റെ സമന്വയം എന്ന് പറയുന്ന ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നടന്നത് ഇന്ത്യൻ ക്ലബ്ബിലാണ്. സംഘടനയാണ്, രജിസ്റ്റേർഡ് സംഘടനയാണ്. അപ്പോൾ അവരുടെ ഒരു ഇൻഡക്ഷൻ സെറിമണിയും അതുപോലെ തന്നെ ഈദ് ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയൊക്കെയാണ് നടന്നത്. നാട്ടിൽ നിന്ന് സെലിബ്രിറ്റികളും അതുപോലെ തന്നെ ഇടുക്കിയുടെ ബഹുമാനായ MP ഡീൻ കുര്യാക്കോസൊക്കെ ഈ ഒരു ഫംഗ്ഷന് പങ്കെടുത്ത് ഒരുപാട് നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുത്ത മനോഹരമായ ഒരു പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം രാത്രി 11:30 പിന്നെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വലിയ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങളൊരു വീക്കെൻഡായിട്ടുള്ള ഔട്ടിങ്ങും അതുപോലെ തന്നെ ഈ GSSൻ്റെ പ്രോഗ്രാമും പിന്നെ ഈദിൻ്റെ ആഘോഷങ്ങൾ, മനാമയിലൊക്കെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.